ദിവസം എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് മനസ്സിലേക്ക് ഓടി വന്ന് നമ്മുടെ കാറ്റ് ദോശയാണ്. ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത്. പക്ഷേ എന്തുകൊണ്ടെന്നറിയില്ല, എൻ്റെ കാറ്റ് ദോശ പാളിപ്പോയി. ആദ്യത്തെ രണ്ടെണ്ണം ചുട്ടതും കരിഞ്ഞുപോയി. അങ്ങനെ മൂന്നാമതൊരെണ്ണം ചുട്ടപ്പോൾ കഷ്ടിച്ചൊന്ന് സക്സസ് ആയി. പക്ഷെ ഞാൻ വിചാരിച്ചത് കാറ്റ് ദോശയ്ക്ക് എപ്പോഴും ക്യാരറ്റിൻ്റെ കളറായിരിക്കുമെന്ന്. അങ്ങനെ ക്യാരറ്റിൻ്റെ കളർ ഇട്ടാത്തതുകൊണ്ട് ഞാൻ അല്പം ഒന്ന് ഫിൽറ്ററൊക്കെ ഇട്ട് ക്യാരറ്റിൻ്റെ കളറാക്കി എടുത്ത്. അങ്ങനെ ഉച്ചത്തേക്ക് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഞാനും കാശി അച്ഛനും കൂടെ ചന്തയിലോട്ട് പോയി. അമ്മ പ്രത്യേകം എടുത്ത് പറഞ്ഞ് ചൂരമീനുണ്ടെങ്കിൽ വാങ്ങരുതെന്ന്. കാരണം 2-3 ദിവസമായിട്ട് വീട്ടിൽ ചൂര തന്നെയായിരുന്നു. പക്ഷേ എൻ്റെ കണ്ണും ചൂരയിൽ നിന്ന് എടുക്കാനേ തോന്നിയില്ല. അങ്ങനെ ചൂര തന്നെ വാങ്ങിച്ചുകൊണ്ട് വന്ന് അമ്മയുടെ 2-3 തെറിവിലേക്ക് കേട്ട്. പക്ഷെ ഞാൻ വീട്ടിൽ ചൂര വയ്ക്കുന്ന ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് അമ്മ തന്നെ മീൻകറി വെച്ചത്. ഉച്ചയ്ക്ക് ആർക്കും ചോറുണ്ണാൻ വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നല്ല പഴങ്കഞ്ഞി ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാനും കാശിയും അച്ഛനും അമ്മയും കൂടി ഉച്ചത്തേക്ക് പഴങ്കഞ്ഞി ഓടിച്ചു. നല്ല പഴങ്കഞ്ഞിയും നല്ല കട്ട തൈരും പിന്നെ അല്പം കപ്പയും നല്ല ചൂരമീനൊക്കെ വെച്ച് നല്ല അടിപൊളി ഒരു പിടി പിടിച്ച്. പക്ഷേ ഒരാൾക്ക് മാത്രം പഴങ്കഞ്ഞി കിട്ടിയില്ലായിരുന്നു, അമ്മുമ്മയ്ക്ക്. ഒരു ദിവസവും പഴങ്കഞ്ഞി കുടിക്കാത്ത അമ്മുമ്മയ്ക്ക് അന്ന് പഴങ്കഞ്ഞി കുടിക്കാൻ ഭയങ്കര താല്പര്യമായിരുന്നു. അങ്ങനെ കുറച്ച് നേരത്തേക്ക് ആ ഒരു വിഷമം അമ്മയുടെ മുഖത്തുണ്ടായിരുന്നു. പക്ഷേ അമ്മമ്മ കുറച്ച് കപ്പയും മീനൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത്. കുറച്ച് നേരത്തേക്കൊന്ന് കടന്നിൽ കുട്ടികളായിരുന്നു മുഖം. പിന്നെ പഴങ്കഞ്ഞിയൊക്കെ കുടിച്ച് ഞാനും കാശിയും കൂടെ നല്ല സുഖമായിട്ടങ്ങ് കിടന്നുറങ്ങി.